നമസ്കാരം. ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി പൂർവ്വ വിദ്യാർത്ഥിയുടെ അമ്മ രംഗത്ത്. തന്റെ മകൾക്കും ഈ കോളേജിൽ വെച്ച് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നും കൃത്യസമയത്ത് അറിഞ്ഞതുകൊണ്ടും ഇടപെട്ടതുകൊണ്ടും മാത്രമാണ് മകളെ രക്ഷിക്കാനായത് എന്നും ആ അമ്മ പറയുന്നു. ടീച്ചറുടെ ഒപ്പിനു പകരം തന്റെ മകൾ ഒപ്പിട്ടു എന്ന പേരിൽ മുഴുവൻ വിദ്യാർത്ഥികളുടെയും മുന്നിൽ വെച്ച് തന്റെ മകളെ എഴുന്നേൽപ്പിച്ചു നിർത്തി ചോദ്യം ചെയ്തുവെന്നും മാനസികമായി പീഡിപ്പിച്ചുവെന്നും അമ്മ പറഞ്ഞു. മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ മകൾക്ക് ശ്വാസതടസ്സം നേരിട്ടതായും ആ അമ്മ വെളിപ്പെടുത്തുന്നു. കോളേജിനെതിരെയുള്ള ഇത്തരം വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് അമ്മുവിന്റെ മരണം കൊലപാതകമാണ് എന്ന തരത്തിലേക്ക് തന്നെയാണ്. എന്തായാലും അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത 3 സഹപാഠികളെ കസ്റ്റഡിയിൽ വിട്ടു. ഈ മാസം 27-ാം തീയതി രാവിലെ 11 മണി വരെയാണ് കസ്റ്റഡി. ആത്മഹത്യാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത എലീന, അഷിത, അഞ്ജന എന്നിവരെ ഇന്ന് പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഈ മാസം 15-നാണ് അമ്മു സജീവ് മരണപ്പെടുന്നത്. ഹോസ്റ്റലിന് മുകളിൽ നിന്ന് ചാടിയെന്നായിരുന്നു വീട്ടിൽ അറിയിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു അമ്മുവിന്റെ മരണം. അമ്മുവിന്റെ മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു. അമ്മുവിന്റെ ഡയറിയിൽ നിന്നും ലഭിച്ച ഐ ക്വിറ്റ് എന്ന എഴുത്ത് ലഭിച്ചതോടെ ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. ഡയറിയിലുള്ളത് അമ്മുവിന്റെ കൈയക്ഷരമല്ല എന്ന് പിതാവ് പറഞ്ഞു. അമ്മുവിന് ഡയറി എഴുതുന്ന സ്വഭാവം ഇല്ല എന്നും മറ്റാരെങ്കിലും എഴുതിയതാകാമെന്നും കുടുംബം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ആരോപണ വിധേയയായ സഹപാഠികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ പേടിച്ച് നമ്മുടെ കുഞ്ഞവിടെ നിറങ്ങി ഞാൻ ഏതെല്ലാം തരത്തിൽ ദ്രോഹിച്ചായിരുന്നു. മുഖം നോക്കിയായിരുന്നു ആ പണ്ടാരം കോളേജിലെ ടീച്ചർമാരാണേലും പിന്നെ എന്ത് തോന്നിവാസം കാണിക്കുന്നവളുമാരെയും പ്രൊട്ടക്റ്റ് ചെയ്യുമായിരുന്നു മുഖം നോക്കിക്കൊണ്ട്. ഈ ലാസ്റ്റ് ഇയർ വന്നപ്പോഴത്തേന് എൻ്റെ കുഞ്ഞ് എന്തുമാത്രം മാനസിക വിഷമതകൾ അനുഭവിച്ച് കിടന്നു. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കോ ഇവരുടെ റെക്കോർഡ് ബുക്കോ അതേലേതാണ്ട് ടീച്ചർ ഇടേണ്ട സ്ഥാനത്ത് ടീച്ചറിൻ്റെ ഒപ്പ് ഇവൾ ഇട്ടെന്നും പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവളെ എഴുന്നേൽപ്പിച്ച് നിർത്തി. ഇത് 2 ദിവസമായിട്ട് കൊച്ചിനെ വിളിക്കുമ്പോൾ അവൾ മൂഡ് ഓഫാ. എന്നാന്ന് ചോദിച്ചിട്ട് പറയത്തില്ല. അവസാനം ഇവൾ പൊട്ടിക്കരഞ്ഞ് എൻ്റെ അടുക്കൽ പൊട്ടിക്കരഞ്ഞ് ആ നിമിഷം ഞാൻ ഫോൺ വെച്ചിട്ട് ഞാൻ അവരെ വിളിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ചെയ്യത്തില്ല, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അവരാദ്യം എന്നോട് അങ്ങോട്ട് കയർത്തോണ്ട് വന്നു. ഞാൻ കുറച്ച് പിള്ളേരോട് തിരക്കി. അപ്പോൾ അവരൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഇതാര് ചെയ്തു അതാ അവർക്കറിയണ്ടേ. ഞാൻ പറഞ്ഞു ആര് ചെയ്താലും എൻ്റെ കുഞ്ഞ് അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ നവംബറിലാണെന്ന് തോന്നുന്നത്. ഞാൻ പറഞ്ഞു ടീച്ചറെ നോയമ്പ് നോക്കി അവൾ ഈ വർഷം പരിമലയ്ക്ക് ഞങ്ങൾ നടന്നു പോയിട്ട് വന്നിട്ടിരിക്കുന്ന സമയം ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ കുഞ്ഞത് ചെയ്യത്തില്ല ഞാൻ ഉറപ്പ് പറഞ്ഞു അവരോട്. ആ ഉറപ്പിൻ്റെ ഒറ്റ കാര്യത്തിലാണ് നമ്മളും പ്രതികരിച്ചുകൊണ്ട് അല്ലേലുണ്ടല്ലോ ആ ഒറ്റ നാമത്തിൽ. അവസാനം അവൾ എന്നോട് ഇവൾ ഒപ്പിട്ട് കൊടുക്കത്തില്ല. ഇവൾ ഒപ്പിട്ട് കൊടുത്താലേ എന്തോ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. പിന്നെ എക്സാം ഹോളിൽ ഇതിൻ്റെ ഇത് കാണിക്കുമോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇയറിലെ സംഭവമാണ്. ഓർത്തോണം നവംബറിലാണ് സംഭവം. പിന്നെ പരീക്ഷയ്ക്ക് എന്നാ നാളുണ്ടെന്ന് ഞാൻ ചെയ്ത് കൊടുക്കുകയല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ കുഞ്ഞിന് ശ്വാസം മുട്ടലാന്ന് പറഞ്ഞു. അവൾക്ക് ഈ ടെൻഷനെല്ലാം കൂടെ കയറിയിട്ട് എല്ലാ പിള്ളേരുടെയും മുമ്പിൽ വെച്ച് ചെയ്തിട്ടില്ലാത്തൊരു കാര്യം പറഞ്ഞ് എന്തുമാത്രം ഒരു കൊച്ചിനെ അപമാനിക്കുക, അത് മുഴുവൻ അപമാനിച്ചു. ആ കൊച്ച് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ആരും അറിയുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന വിഷമതകൾ എന്തുമാത്രം. എൻ്റെ കുഞ്ഞിന് ഞാൻ വിളിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. ഈ അടുത്ത ദിവസം വീട്ടിലോട്ട് പോരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ ബുക്ക് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വായി പിടിച്ചിടത്തോളം പറഞ്ഞു. ഉടനെ അവരെന്നോട് പറഞ്ഞ വർത്താനം കേൾക്കണോ, വിഷമിക്കുകയൊന്നും വേണ്ട, തിങ്കളാഴ്ച എൻ്റെ അടുക്ക വരാൻ പറ, ഞാൻ ഉപ്പിട്ട് കൊടുത്തോളാമെന്ന്. എടുത്തടിച്ച് അവൾ എന്നോട് പറഞ്ഞ വർത്താനം. അപ്പം മുഖം നോട്ടോ എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്നുള്ളത് ഓർത്തോണം. അത്രയും ഒരു പരട്ട കോളേജായിരുന്നത്.